അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം നമ്മുടെ വീട്ടിലായിരിക്കും അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടാവും, നമ്മൾ നോക്കാൻ ആളുണ്ടാവും. പിന്നെ വീട്ടിലെ ജോലികൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മാറി നമുക്ക് വീട്ടിലെ ജോലി ചെയ്യേണ്ടി വരും, കുഞ്ഞിനെ നോക്കേണ്ടി വരും, നമ്മളെ കാര്യം ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അതിനെല്ലാം കൂടി വല്ലാത്തൊരു ലൈഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ആവും. മാത്രമല്ല ചില വീട്ടിൽ നമുക്ക് അവർ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടാവും, ഞങ്ങൾ ഇങ്ങനെയാണ് കുഞ്ഞിനെ നോക്കിയത്, ഞങ്ങൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്താണ് കുഞ്ഞിനെ നോക്കിയത്. നാട്ടുകാർ പറയുന്നുണ്ടാവും നമ്മൾ രാവിലെ കുറച്ച് എണീക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ടാവും എന്താ ലേറ്റ് ആയി എണീച്ചത്, ഇപ്പോഴാണ് എണീച്ചത് അവർ ചോദിക്കുന്നുണ്ടാവും. കാരണം കുഞ്ഞ് രാത്രി ഉറങ്ങാൻ വൈകുന്നതായിരിക്കും നമ്മൾ ഉറക്കത്തെ മാറി മാറുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ട് ഈ അമ്മയ്ക്ക് വല്ലാതെ സ്ട്രെസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കണം. അവരെ കാര്യങ്ങൾ നോക്കുക, അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അത്ര തന്നെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയൊക്കെ മാറി പോകുമല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകളോ ബാക്കിയുള്ള ഒരാളുണ്ടാവില്ല, നാട്ടുകാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ശ്രദ്ധ തെറ്റി പോകാണ്ട് അവരെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. അവരെ കാര്യങ്ങളൊക്കെ നോക്കി ബാക്കി സമയമുള്ളപ്പോൾ മാത്രം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുഞ്ഞിന് വല്ലതും പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആളുകളൊക്കെ തന്നെ മാറ്റി പറയും, അവളൊന്നും പിന്നെ കുഞ്ഞിനെ നോക്കാണ്ട് ഓരോ പണി ചെയ്തിട്ടാണ് ഇങ്ങനെ കുഞ്ഞിന് പറ്റിയെന്നുള്ള രീതിയിൽ അവർ പിന്നെ സംസാരിക്കും. അവിടെ മറ്റുള്ള കാര്യം നമ്മൾ നോക്കേണ്ട, അവർ ബോധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട, നമുക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക, എല്ലാവർക്കും സേഫ്